ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, മൂത്തേടം, എടക്കര, നിലമ്പൂർ. നിലമ്പൂരിൽ രാമായണ മാസാചരണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വെള്ളിയാഴ്ച കർക്കിടകം 1 മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ രാമായണ മാസാചരണത്തിനുള്ള ഒരുക്കങ്ങളാണ് പൂർത്തിയായത്. കർക്കിടകം 1 മുതൽ 31 വരെയുള്ള നാളുകളിൽ ദിവസവും രാമായണ പാരായണം നടത്തും. ചില ക്ഷേത്രങ്ങളിൽ രാവിലെയും വൈകുന്നേരവുമാണ് പാരായണം നടത്തുക. വിവിധ ദിവസങ്ങളിൽ പ്രത്യേക പരിപാടികളും അന്നദാനവും ഉണ്ടാകും. നിലമ്പൂർ നടുവിലക്കളം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും രാവിലെ 7-ന് പന്നിക്കോട്ട് ഗോവിന്ദൻകുട്ടി നായരുടെ നേതൃത്വത്തിൽ രാമായണ പാരായണം ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. കർക്കിടകം 3-ന് ഏകദിന രാമായണ പാരായണ യജ്ഞം നടത്തും. കർക്കിടകം 1 മുതൽ 31 വരെ എല്ലാ ദിവസവും ഭക്തർക്ക് അന്നദാനമുണ്ടായിരിക്കും. കർക്കിടകം 5, 6 തീയതികളിൽ കിഴക്കുംപാട്ടില്ലത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തന്ത്രിപൂജ, ക്ഷേത്ര ശുദ്ധിക്രിയകൾ, നമസ്കാര മണ്ഡപ സമർപ്പണം എന്നിവ നടത്തും. കർക്കിടകം 1 മുതൽ 12 വരെ രാവിലെ 7-ന് കർക്കിടക കഞ്ഞി വിതരണവും ഉണ്ടായിരിക്കും. കർക്കിടകം 1-ന് ക്ഷേത്രം തന്ത്രി പന്തലക്കോട്ടത്ത് സജി നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും വിശേഷാൽ പൂജകളും അന്നദാനവും നടക്കുമെന്ന് ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് പി രാമസ്വാമി, സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ എന്നിവർ അറിയിച്ചു. രാമായണ മാസത്തോടനുബന്ധിച്ച് നിലമ്പൂർ മാരിയമ്മൻ കോവിൽ ദേവീ ക്ഷേത്രത്തിൽ കർക്കിടകം 1 മുതൽ 12 ദിവസം ക്ഷേത്രം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ രാമായണ പാരായണവും അതിൻ്റെ കൂടെ തന്നെ 12 ദിവസത്തിന് ശേഷം ഓഗസ്റ്റ് 10-ാം തീയതി നടുവത്ത് ശ്രീമതി ജാനകി അമ്മയുടെ നേതൃത്വത്തിൽ ഏകദിന രാമായണ പാരായണവും നടക്കുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ കർക്കിടകം 1-ന് 17-ാം തീയതി രാവിലെ ക്ഷേത്രം തന്ത്രി ശ്രീ പന്തലക്കോട്ടത്ത് സജി നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടക്കുന്നുണ്ട്. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിൻ്റെ കൂടെ തന്നെ വിശേഷാൽ പൂജകളും അതുപോലെ തന്നെ മറ്റ് വഴിപാടുകളും ഒക്കെ സ്പെഷ്യലായിട്ട് കർക്കിടക മാസത്തോടനുബന്ധിച്ച് നടത്തുന്നുണ്ട്. ഭക്തജനങ്ങൾക്ക് അന്ന് രാവിലെ എല്ലാവർക്കും പ്രഭാത ഭക്ഷണം നൽകുന്നുണ്ട്. അപ്പോൾ വളരെ ഭക്തിനിർഭരമായ ഒരു മാസമാണ് നമുക്ക് രാമായണ മാസത്തിൽ വരാൻ പോകുന്നത്. മുഴുവൻ ഭക്തജനങ്ങളുടെയും സഹകരണം ക്ഷേത്രത്തിലേക്ക് ഉണ്ടാവണം എന്ന് അറിയിക്കുന്നു. ഈ മാസത്തെ കാര്യസാധ്യ പുഷ്പാഞ്ജലി ജൂലൈ മാസം 24-ന് വെള്ളിയാഴ്ചയാണ് നടക്കുന്നത് എന്നുകൂടി എല്ലാ ഭക്തജനങ്ങളിലും. +2 കഴിഞ്ഞില്ലേ? ഇനി ഡിഗ്രിക്ക് എവിടെ ജോയിൻ ചെയ്യും? നമ്മുടെ തൊട്ടടുത്ത് ഇത്ര നല്ലൊരു ക്യാമ്പസ് ഉള്ളപ്പോൾ ഈ കൺഫ്യൂഷൻ എന്തിനാ? അതെ, ഫാത്തിമ തന്നെ. We provide BSc and BA in 4 disciplines, BCom in 3 disciplines, AICTE approved BBA and Bachelor of Travel and Management with several industry relevant add-on courses. കോളേജ് ലൊക്കേഷൻ എടക്കര കരുളൈ റോഡിൽ മൂത്തേടത്താണ്. അപ്പോ എങ്ങനെ ഫാത്തിമ ഫിക്സ് ആക്കുവല്ലേ? At Fatima, we don't just teach, we inspire. ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, മൂത്തേടം, എടക്കര, നിലമ്പൂർ.